റോയൽ ചാർട്ടർ. കുറച്ച് വർഷത്തിന് ശേഷം 1609 വീണ്ടും പുതുക്കുകയും ഈ 1609 ചാർട്ടറിന് ശേഷം ഈ 15 വർഷം എന്നുള്ള ഈ കാലഘട്ടം എന്ന് മാറ്റിയതിന് ശേഷം പരിധിയില്ലാതെ എത്ര കാലം വേണമെങ്കിലും വ്യാപാരം നടത്തുവാനും അതിൽ നിന്ന് ലാഭം എടുക്കുവാനുമുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ കമ്പനിക്ക് ബ്രിട്ടീഷ് രാജ്ഞി നൽകുകയുണ്ടായി. അപ്പോൾ ഈ 1600 ഈ റോയൽ ചാർട്ടർ വഴിയാണ് ഈ ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യയിലേക്ക് ആരംഭിക്കുന്നതിന് നാന്ദി കുറിച്ചത് എന്ന് നമുക്ക് പറയാം. പിന്നീട് ഇതിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് നാവികസേനയിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഹോക്കിൻസ്. ഇദ്ദേഹം ആ സമയത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ, നമുക്കറിയാം ഷാജഹാന് ശേഷമുള്ള മുഗൾ ചക്രവർത്തിയായിരുന്നു ജഹാംഗീർ. ഇദ്ദേഹം ജഹാംഗീറിന്റെ റോയൽ കോർട്ടിൽ എത്തുന്നു. 1609 ഏപ്രിലാണ് ഇദ്ദേഹം ക്യാപ്റ്റൻ ഹോക്കിൻസ് ജഹാംഗീറിനെ കാണുന്നത്. അതിനുശേഷം 2 വർഷം അദ്ദേഹം ജഹാംഗീറിനോടൊപ്പം തങ്ങിയതിനു ശേഷം 1611 ഇന്ത്യ വിടുകയും ചെയ്തു. ഈ സമയത്ത് ഇദ്ദേഹം വന്നതിന്റെ ഫലമായിട്ട് ഇവർക്ക് ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി വ്യാപാരം നടത്താനുള്ള അധികാരം ലഭിക്കുന്നത് മസൂലി പട്ടണത്തിലാണ്. മസൂലി പട്ടണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അന്നത്തെ ഗോൽക്കൊണ്ട രാജ്യത്തിന്റെ ഭാഗമായിരുന്നു മസൂലി പട്ടണം എന്നുള്ളത്. ഇപ്പോൾ ഈ മസൂലി പട്ടണത്തിന്റെ പേര് മച്ചിലി പട്ടണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ 1611 ഈ ക്യാപ്റ്റൻ ഹോക്കിൻസ് വന്നതിന്റെ ഫലമായിട്ട് ഈ മസൂലി പട്ടണത്തിൽ കമ്പനിക്ക് വ്യാപാരം നടത്താനുള്ള അവകാശം ലഭിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി വ്യാപാരം ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ഈ ആന്ധ്രയിലെ മസൂലി പട്ടണമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? വോയിസ് ഒക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ 1611 മസൂലി പട്ടണത്തിലാണ് ഈ വ്യാപാരം ഇവർ ആരംഭിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം, മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി എവിടെയായിരുന്നു എന്നുള്ളത്. അതിന്റെ ഉത്തരവും നമുക്ക് അറിയാം. ഗുജറാത്തിലെ സൂററ്റിലാണ് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ ഫാക്ടറി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടേത് സ്ഥാപിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സൂററ്റില് ഈ ഫാക്ടറി ആരംഭിച്ചത്, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ സൂററ്റിന് സമീപത്തെ കടൽ പ്രദേശങ്ങളിൽ ആ സമയത്ത് ഈ ആധിപത്യം ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാർക്കായിരുന്നു. നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള വിദേശ ശക്തികളിൽ ഏറ്റവും ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരായിരുന്നു. പിന്നീട് പോർച്ചുഗീസുകാര്, ഡച്ചുകാരെത്തി, ഫ്രഞ്ചുകാരെത്തി. ഇവർക്കൊക്കെ ശേഷം ഏറ്റവും ഒടുവിലായിട്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഈ ബാക്കിയുള്ള മറ്റ് വിദേശ ശക്തികളുടെ വ്യാപാരത്തെ പറ്റിയും അവരുടെ യുദ്ധങ്ങളെ പറ്റിയും നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ഈ സിലബസിൽ പഠിക്കാനില്ല. അതിനെപ്പറ്റി കേരളത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ ബാക്കിയുള്ള വിദേശ ശക്തികൾ എങ്ങനെയാണ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇവരൊക്കെ ഏത് രീതിയിലാണ് കേരളത്തിന്റെ ചരിത്രത്തെ സ്വാധീനിച്ചത് എന്നുള്ളത് നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ സിലബസിലുണ്ട്. മുമ്പേ ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് കേരള ഹിസ്റ്ററിയുടെ വ്യൂ പോയിന്റിൽ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ മുതലുള്ളത് മാത്രം ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിയാൽ മതി. പക്ഷെ ഇതിനുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിനു മുമ്പ് ഈ ഇവരുമായിട്ടുള്ള, അതായത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായിട്ടുള്ള യുദ്ധങ്ങൾ, അതിനെ നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് പറയുന്നത്. അതൊക്കെ പക്ഷെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളായതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെയും അവരുടെ വ്യാപാര ബന്ധങ്ങളെയും നമുക്കൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യം ഇതിനെ പറ്റി പറയുമ്പോൾ 1611 മസൂലി പട്ടണത്തില് വ്യാപാരം ആരംഭിക്കുന്നു. അതിനുശേഷം 1612 ഈ സൂററ്റിന് തീരത്തുള്ള ഭാഗങ്ങളൊക്കെ പോർച്ചുഗീസ് നാവികസേനയുടെ അധീനതയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 1612 ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് നാവികൻ ഈ പോർച്ചുഗീസ് സേനയെ സൂററ്റ് തീരത്തിന്റെ ഭാഗത്തു നിന്നും തുരത്തുന്നു 1612. അപ്പോൾ ഇതില് ഈ പോർച്ചുഗീസുകാരുടെ ഈ നാവിക ശക്തി എന്ന് പറയുന്നത് ആ സമയത്തെ മുഗൾ സാമ്രാജ്യത്തിന് ഒരു വെല്ലുവിളി ഉയർത്തി വന്നിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരെ സൂററ്റ് തീരത്തു നിന്നും തോൽപ്പിച്ചതിൽ നിന്നും
ജഹാംഗീറിന് ആ നീക്കം വളരെയധികം ഇഷ്ടപ്പെടുകയും അതിൽ ഇംപ്രസ് ആയിട്ടുള്ള ജഹാംഗീർ 1613 ബ്രിട്ടീഷുകാർക്ക് സൂററ്റിൽ ഒരു ഫാക്ടറി ആരംഭിക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്യുന്നു. ഈ 1613 ഈ ലഭിച്ച അവകാശത്തിന്റെ ഫലമായിട്ട് 1615 ബ്രിട്ടീഷുകാർ സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി ആരംഭിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് സൂററ്റിലാണ് 1615. തോമസ് ആൾഡ്വർത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഫാക്ടറി ആരംഭിച്ചത്. 1615 തോമസ് ആൾഡ്വർത്തിന്റെ നേതൃത്വത്തിലാണ് സൂററ്റിലെ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ചത്. അതിനുശേഷം 1615 തന്നെ ആ സമയത്തെ ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജെയിംസ് ഒന്നാമൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയായി, അദ്ദേഹത്തിന്റെ അംബാസഡറായിട്ട് സർ തോമസ് റോ ജഹാംഗീറിന്റെ സദസ്സിലേക്ക് എത്തുന്നുണ്ട് 1615. അപ്പോൾ ഇന്ത്യയിലേക്ക് ആ സമയത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ തോമസ് റോ. അദ്ദേഹം നേരിട്ട് ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജെയിംസ് ഒന്നാമന്റെ അംബാസഡർ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് ആ സമയത്ത്, അതായത് ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് ആ സമയത്ത് എത്തിയത്. ഇദ്ദേഹം ഏകദേശം 4 വർഷത്തോളം ജഹാംഗീറിന്റെ കോർട്ടിൽ താമസിച്ചു. അതിനുശേഷം 1619 ഇദ്ദേഹം ജഹാംഗീറിന്റെ കോർട്ടിൽ നിന്നും മടങ്ങിപ്പോകുന്നത്. ഈ പോകുന്ന 4 വർഷം ഇന്ത്യയിൽ താമസിച്ചു. ഇദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലും ഫാക്ടറികൾ സ്ഥാപിക്കാനായിട്ടുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ നൽകുന്നു. പ്രധാനമായിട്ടും ആഗ്ര, അഹമ്മദാബാദ്, ബ്രോച്ച് എന്നീ സ്ഥലങ്ങളിൽ വീണ്ടും മറ്റു ഫാക്ടറികൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ കൂടുതൽ ഫാക്ടറികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കുന്നു. അതിനുശേഷം അടുത്തതായിട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രിട്ടീഷുകാര് ബോംബെ അവരുടെ ഒരു പ്രധാന ഒരു സെന്ററായിട്ട് എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം. അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ആ സമയത്ത് ഓൾറെഡി ഇവിടെ ശക്തിയായി ട്രേഡ് നടത്തിക്കൊണ്ടിരുന്ന പോർച്ചുഗീസുകാരുമായിട്ടും ഡച്ചുകാരുമായിട്ടും ഫ്രഞ്ചുകാരുമായിട്ടും ഒക്കെ പല സമയത്തും വലിയ രീതിയിലുള്ള മത്സരങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ചിലരുമായിട്ടും ധാരാളം യുദ്ധങ്ങൾ വരെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ പോർച്ചുഗീസുകാരുമായിട്ടും ഈ 1612 പ്രശ്നത്തെ പറ്റിയും സൂറത്തിലെ പോർച്ചുഗീസ് ശക്തിയെ ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതിനെ പറ്റിയും നമ്മൾ തൊട്ടു മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞല്ലോ. പിന്നീട് അതിനുശേഷം കുറച്ചു കാലത്തേക്ക് പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധം വളരെ നല്ല രീതിയിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ടും ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ യൂറോപ്പിലെ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ബന്ധങ്ങൾ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇന്ത്യയിലുള്ള ട്രേഡിംഗ് കമ്പനികൾ തമ്മിലുള്ള ബന്ധവും മാറി വരും. അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ രാജ്യം എന്ന നിലയിൽ അവര് സമാധാനപരമായിട്ടാണ് സൗഹൃദത്തിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതേപോലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അവരും തമ്മിലുള്ള ബന്ധവും വളരെ സമാധാനത്തിലായിരിക്കും നടക്കുക. അതേപോലെ പോർച്ചുഗീസുകാരുമായിട്ട് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒരു വിവാഹ ബന്ധം വഴി പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിലാവുന്നു കുറച്ചു കാലത്തേക്ക്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ബോംബെ കിട്ടുന്നത് അങ്ങനെ ഒരു രീതിയിലാണ്. ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായിട്ടാണ് ബോംബെ കിട്ടുന്നത്. അത് സൈഡിൽ ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടനിലെ ചക്രവർത്തിയായിരുന്ന ചാൾസ് രണ്ടാമൻ അദ്ദേഹം പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ 1662 വിവാഹം കഴിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് പോർച്ചുഗീസ് രാജാവ് ഇദ്ദേഹത്തിന് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്ന ബോംബെ എന്ന പ്രദേശം ഈ വിവാഹത്തിന്റെ സമയത്ത് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ബോംബെ നഗരം, ബോംബെ ആ സമയത്ത് നഗരമൊന്നുമല്ല, ബോംബെ ആ ദ്വീപ് പ്രദേശങ്ങളൊക്കെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. പിന്നീട് 1662 ഇങ്ങനെ ബ്രിട്ടീഷ് രാജാവിന്റെ അധീനതയിലേക്ക് ബോംബെ എത്തുന്നത്. അതിനുശേഷം 1668 ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ വ്യാപാര ആവശ്യങ്ങൾക്കും അവരുടെ ഇന്ത്യയിലെ ആവശ്യങ്ങൾക്കുമായിട്ട് രാജാവിൽ നിന്നും അവരത് വർഷം 10 പൗണ്ട് എന്നുള്ള ഇതില്
കരമടച്ചുകൊണ്ട് അതിന്റെ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് എത്തുന്നു. അപ്പോൾ 1668 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബോംബെ അവരുടെ അധീനതയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ വെസ്റ്റേൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു സൂററ്റിലാണ്. സൂററ്റ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലാണ് വരിക. ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പോൾ അവരുടെ അധികാരവും ശക്തിയും എത്തി തുടങ്ങിയതും ആരംഭിച്ചതും. അപ്പോൾ അതിനുശേഷം ഇവരുടെ വെസ്റ്റേൺ ഭാഗത്തെ ആസ്ഥാനം എന്നുള്ളത് ആദ്യം തുടങ്ങിയ സമയത്ത് സൂററ്റിലായിരുന്നു. സൂററ്റിൽ നിന്നും അത് 1687 ബോംബെയിലേക്ക് മാറുന്നത്. അപ്പോൾ വെസ്റ്റേൺ പ്രസിഡൻസി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെസ്റ്റേൺ പ്രസിഡൻസിയുടെ ആസ്ഥാനം 1687 സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറുന്നു. ബോംബെ ലഭിക്കുന്നത് ബ്രിട്ടനിലെ ചക്രവർത്തിയായിരുന്ന ചാൾസ് രണ്ടാമൻ പോർച്ചുഗീസ് രാജകുമാരിയായിരുന്ന കാതറിനെ 1662 വിവാഹം കഴിച്ച ആ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ബോംബെ നഗരം ലഭിക്കുന്നത്. അതിനുശേഷം 1668 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും വർഷാവർഷം 10 പൗണ്ട് കരമടച്ചുകൊണ്ട് ബോംബെയുടെ അവകാശം അവരുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് എത്തുന്നു. അതിനുശേഷം 1687 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെസ്റ്റേൺ പ്രസിഡൻസിയുടെ ആസ്ഥാനം സൂററ്റിൽ നിന്നും, ഗുജറാത്തിലെ സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് എത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ബോംബെയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവസരങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. അതിനുശേഷം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഗോൾഡൻ ഫർമാൻ എന്നുള്ളതാണ്. ഫർമാൻ എന്ന് പറയുന്നത് ആ സമയത്തെ സുൽത്താൻമാർ, അതായത് രാജ്യം ഭരിക്കുന്ന മുസ്ലിം റൂളേഴ്സ് ആയിട്ടുള്ള സുൽത്താൻമാർ കൊടുക്കുന്ന അവകാശങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫർമാൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫർമാനാണ് ഗോൽക്കൊണ്ട സുൽത്താന്റെ കയ്യിൽ നിന്നും 1632 ലഭിക്കുന്ന ഒരു ഫർമാൻ. ഇതിനെയാണ് നമ്മൾ ഗോൾഡൻ ഫർമാൻ എന്ന് വിളിക്കുന്നത്. ഇതല്ലാതെ പിന്നീട് മുഗൾ ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്നും അതുപോലെ ബംഗാൾ നവാബുമാരുടെ കയ്യിൽ നിന്നും പല ചരിത്രത്തിന്റെ പല ഭാഗങ്ങളിലായി മറ്റ് പല സമയങ്ങളിലും ഇതേപോലെ ഫർമാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഫർമാൻ ലഭിക്കുന്നതിനനുസരിച്ചും അവർക്ക് കൂടുതൽ കൂടുതൽ അവകാശങ്ങൾ കിട്ടുകയും ഇന്ത്യയിലെ അവരുടെ സ്വാധീനം കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് വരികയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഗോൽക്കൊണ്ട സുൽത്താനിൽ നിന്ന് ലഭിച്ച ഗോൾഡൻ ഫർമാന്റെ ഫലമായിട്ട് അവർക്ക് ഗോൽക്കൊണ്ട തീരങ്ങളിലും ആ പ്രദേശങ്ങളിലും സ്വതന്ത്രമായി എത്ര വേണമെങ്കിലും വ്യാപാരം നടത്താനുള്ള അധികാരം ലഭിക്കുന്നു. ഗോൽക്കൊണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് അന്നത്തെ ഗോൽക്കൊണ്ട രാജ്യത്ത് ഗോൽക്കൊണ്ട സുൽത്താന്റെ അധീനതയിൽ ഉൾപ്പെട്ടു വന്നിരുന്നത്. അപ്പോൾ ഈ ആന്ധ്രാ തീരങ്ങളിൽ അതേപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ പുതിയതായിട്ട് ഫാക്ടറികൾ തുടങ്ങാനും അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള അധികാരം ഈ ഗോൾഡൻ ഫർമാന്റെ ഫലമായിട്ട് ലഭിക്കുന്നു. നമ്മൾ ധന്യ ശങ്കർ റേസ് ദഹൻ, എന്താണ് ധന്യ പറഞ്ഞോളൂ. ഗോൾഡൻ ഫർമാൻ എന്ന് പറയുന്നത് അത് അധികാരമാണ്, അവർക്ക് കിട്ടേണ്ട അതായത് അധികാരം എന്നാണ് പറഞ്ഞത്. സോറി, എനിക്ക് കേൾക്കുന്നില്ല, ടൈപ്പ് ചെയ്തിടാമോ? ചാറ്റില് ടൈപ്പ് ചെയ്ത്. ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ അധികാരം എന്നാണ് ഗോൾഡൻ ഫർമാൻ എന്ന് പറഞ്ഞത്. എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ. ഗോൾഡൻ ഫർമാൻ എന്ന് പറഞ്ഞത് ആ സമയത്ത് സുൽത്താൻമാര് കൊടുക്കുന്ന ഈ പ്രത്യേക അവകാശങ്ങൾ, അധികാരങ്ങൾ, അതിനൊക്കെ ഇടുന്ന ഓർഡറുകളെയാണ് നമ്മൾ ഫർമാൻ എന്ന് വിളിക്കുന്നത്. സുൽത്താൻമാരാണ് ഈ ഫർമാൻ എപ്പോഴും പുറപ്പെടുവിക്കുക. അപ്പോൾ ആ 1632 ഗോൽക്കൊണ്ടയിലെ സുൽത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കൊടുത്ത ഫർമാനെയാണ് നമ്മൾ ഗോൾഡൻ ഫർമാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഗോൾഡൻ ഫർമാന്റെ ഫലമായിട്ട് ഗോൽക്കൊണ്ട തീരത്ത് ആ ഭാഗങ്ങളിലൊക്കെ യഥേഷ്ടം സ്വതന്ത്രമായി ട്രേഡ് ചെയ്യാനുള്ള അവകാശം
ബ്രിട്ടീഷ് കമ്പനിക്ക്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുന്നു. അതിനുശേഷം 1639, ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ, 1639 ചന്ദ്രഗിരിയുടെ റൂളറിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മദ്രാസിൽ ഒരു കോട്ട പണിയുവാനുള്ള അവകാശം ലഭിക്കുന്നു 1639. ഈ അവകാശത്തിന്റെ നിന്നും അവര് ഫോർട്ട് സെന്റ് ജോർജ് എന്ന പേരിൽ, സെന്റ് ജോർജ് കോട്ട, ഫോർട്ട് സെന്റ് ജോർജ് എന്ന പേരിൽ ഒരു ഫോർട്ട് മദ്രാസില് പണിയുന്നുണ്ട്. ഈ ഫോർട്ട് സെന്റ് ജോർജ് മദ്രാസിൽ പണിയുന്നു. അതിനുശേഷമാണ് ഈസ്റ്റേൺ ഭാഗത്തുള്ള ഇവരുടെ ബ്രിട്ടീഷ് കമ്പനിയുടെ ആസ്ഥാനം ഈ ഫോർട്ട് സെന്റ് ജോർജും അതുവഴി മദ്രാസിലേക്കും ആക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞു, വെസ്റ്റേൺ പ്രസിഡൻസിയുടെ ആദ്യത്തെ ആസ്ഥാനം സൂററ്റിലായിരുന്നു. അതിനുശേഷം ബോംബെ ലഭിച്ചതിലൂടെ അവര് ആ ആസ്ഥാനം സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റുന്നു. ഈസ്റ്റേൺ പ്രസിഡൻസിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് മസൂലി പട്ടണമായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ട്രേഡ് ആരംഭിച്ചത് 1611 തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം വ്യാപാരം ആരംഭിച്ചത് മസൂലി പട്ടണത്തിലാണ്. മസൂലി പട്ടണം അല്ലെങ്കിൽ മച്ചിലിപട്ടണം എന്ന് പറയുന്ന ഭാഗം ഗോൽക്കൊണ്ട കിങ്ഡത്തിന്റെ ഭാഗമായിട്ട്, അതായത് ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടുന്ന ഭാഗമായിരുന്നു ഈ മസൂലി പട്ടണം എന്നുള്ളത്. അപ്പോൾ ഈസ്റ്റേൺ ഭാഗത്തെ ഇതിന്റെ ബ്രിട്ടീഷ് കമ്പനിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ആരംഭത്തിൽ ഈ മസൂലി പട്ടണമായിരുന്നു. അതിന്റെ ശേഷം ഈ 1639 ഇയർ നോട്ട് ചെയ്തുള്ളൂ, 1639 ഈ സെന്റ് ജോർജ് ഫോർട്ട് മദ്രാസിൽ പണിയുകയും ഈ ആസ്ഥാനത്തെ മസൂലി പട്ടണത്തിൽ നിന്നും മദ്രാസിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. അതാണ് ഈസ്റ്റേൺ ഭാഗത്ത് ഈ സമയത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യം മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. പറഞ്ഞോളൂ. 1639 ചന്ദ്രഗിരി വന്നിട്ട് പോയിന്റ് തുടങ്ങിയില്ലായിരുന്നു, അപ്പൊ ക്ലിയർ ആയില്ലായിരുന്നു, ഒന്ന് പറയാമോ? ഓക്കെ അതെന്താന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 1639 ഈ സെന്റ് ജോർജ് ഫോർട്ട് പണിയുന്നുണ്ട്. ഇതിനുള്ള പെർമിഷൻ കിട്ടിയത് ആ സമയത്ത് ചന്ദ്രഗിരിയിലെ റൂളറിൽ നിന്നാണ് ഈ സെന്റ് ജോർജ് ഫോർട്ട് പണിയുവാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കിട്ടിയത്. അതാണ് ആ പറഞ്ഞ പോയിന്റ് എന്നുള്ളത്. റൂളർ പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോറി ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാനുള്ളത്. പിന്നീട് ഇനി വരുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാളാണ് ഈ ബ്രിട്ടീഷ് കമ്പനിയുടെ, അതെ, ഫോർട്ട് മദ്രാസിലാണ്, സെന്റ് ജോർജ് ഫോർട്ട് മദ്രാസ്. ഇപ്പോഴത്തെ മദ്രാസ്, ഹലോ, അതെ, മദ്രാസിലാണ്, ചെന്നൈയിലാണ്. ഫസ്റ്റ് ഫോർട്ട് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് അതാണ് വരിക. അപ്പോ അതെ, ഞാൻ ബ്രിട്ടീഷുകാർ പണിത എല്ലാ ഫോർട്ടുകളും ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത് പോവാം. ഞാനപ്പോൾ ഒരു ഏരിയ വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് പോകുന്നത്. അതാണ് ഈ നോട്ട് എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇതിൽ ഇപ്പൊ ഈ പറഞ്ഞ ഈ ചെന്നൈയുടെ ഈ ഫോർട്ടിന്റെ സെന്റ് ജോർജിന്റെ പോയിന്റ് ഈ സ്ലൈഡിലില്ല. അതും കൂടെ ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്ത് ഈ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഉള്ള അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാളിൽ ബ്രിട്ടീഷുകാരുടെ അധികാരം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്.
ബംഗാൾ എന്ന് പറയുന്നത് ആ സമയത്തെ ഇന്ത്യയിലെ പല പല പ്രൊവിൻസുകൾ അല്ലെങ്കിൽ മുഗൾ, ഇതിന്റെ മലയാളം നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ മലയാളത്തിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലും കൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് നോട്ടിനെക്കാട്ടിൽ പ്രിഫറബിൾ മലയാളം നോട്ട് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ് മുതൽ മുഴുവൻ നോട്ട് മലയാളത്തിൽ തന്നെ ആക്കാം. ഇത് നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന പ്രസന്റേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തന്നെ ഇങ്ങനെ എടുത്തത്. ഓക്കെ, അടുത്തത് മുതൽ ഫുള്ള് മലയാളത്തിൽ തന്നെ തരാം, കുഴപ്പമില്ല. ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. ഓക്കെ, എനിക്കറിയാം, മലയാളത്തിൽ തന്നെ തന്നേക്കാം, കുഴപ്പമില്ല. ഓക്കെ, ബംഗാളിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ അധികാരം സ്ഥാപിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. മുഗൾ എംപയറിന്റെ ആ സമയത്തെ ഏറ്റവും ധനം ഉള്ള, ഏറ്റവും സമ്പത്തുള്ള ഒരു പ്രവിശ്യയായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ട്രേഡ് നടത്തുക എന്നുള്ളത് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭം കൂട്ടാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ബംഗാളിലേക്ക് അവർക്ക് കിട്ടിയ ആദ്യത്തെ അവസരത്തിൽ തന്നെ അവർ ബംഗാളിലേക്ക് എത്തുന്നു. അപ്പോൾ ഷാ ഷൂജ എന്നു പേരിലുള്ള ആളായിരുന്നു ആ സമയത്തെ ബംഗാളിന്റെ സുബേദാർ എന്ന് പറയുന്നത്. അതായത് മുഗൾ ചക്രവർത്തി ആയിരുന്നു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ ഷാ ഷൂജ എന്നുള്ള സുബേദാറിൽ നിന്നുമാണ് ബ്രിട്ടീഷുകാരെ ഏറ്റവും ആദ്യം ബംഗാളിൽ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ടുള്ള അധികാരം നേടുന്നത്. അത് ആനുവൽ പേയ്മെന്റ് ഏകദേശം 3000 രൂപയോളം വരുന്ന തുക ഒരു വർഷം കരമായിട്ട് കൊടുത്തിട്ടാണ് ബംഗാൾ അവർക്ക് പറ്റുന്ന രീതിയിൽ സ്വതന്ത്രമായിട്ട് വ്യാപാരം നടത്താനുള്ള അധികാരം ഷാ ഷൂജ എന്ന ബംഗാൾ സുബേദാറിൽ നിന്നും 1651 ബ്രിട്ടീഷുകാര് നേടുന്നു. ഈ 3000 രൂപ എന്ന് പറയുന്നത് അന്നത്തെ ഒരു കണക്കിൽ ഏകദേശം ബ്രിട്ടീഷുകാർക്ക് ചെലവ് വന്നത് ഏകദേശം 350 പൗണ്ട് ഓളം തുകയാണ് ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഇതിന് ചെലവായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ചെലവായത് ഒരു വർഷം വെറും 350 പൗണ്ട് ആണെങ്കിലും ഒരു വർഷം അവർക്ക് ഏകദേശം 50,000 പൗണ്ടോളം ഉള്ള സാധനങ്ങൾ ഈ ബംഗാളിൽ നിന്നും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് ചെലവായ തുകയെക്കാട്ടിലും വളരെ 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 അധികം പണം ഇതിൽ നിന്നും ലാഭമായിട്ട് നേടാൻ ബ്രിട്ടീഷുകാർക്ക് ഇതിലൂടെ സാധിച്ചു. ഇപ്പോൾ ഈ സമയം 1651 ഇതിനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ഈ സമയത്ത് നോട്ട് ചെയ്യേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, 1600 ഡിസംബർ 31 ബ്രിട്ടീഷ് രാജ്ഞി റോയൽ ചാർട്ടർ കൊടുത്തത് കമ്പനിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം 1609 ആ ചാർട്ടർ പുതുക്കി. ആദ്യത്തെ ചാർട്ടർ പ്രകാരം 15 വർഷമാണ് യഥേഷ്ടം ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശം കൊടുത്തിരുന്നത്. പക്ഷെ അതിനുശേഷം 1609 ചാർട്ടറിൽ ഈ 15 വർഷം എന്നുള്ള ടൈം ബാർ മാറ്റുകയും അതിന് പകരം ഇൻഡെഫിനിറ്റ് ആയിട്ട് എത്ര കാലം വേണമെങ്കിലും വ്യാപാരം നടത്താനുള്ള അധികാരം ഈ കമ്പനിക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം എത്ര വലിയ തരത്തിലുള്ള ലാഭമാണ് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് കമ്പനി ഈ സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ മുതലാളിമാരായിട്ടുള്ളായിരുന്ന ആളുകൾ ഇന്ത്യയിൽ നിന്നും ഇങ്ങനെ വലിയ തോതിൽ പണം നേടുന്നു, അത് ബ്രിട്ടനിലേക്ക് എത്തിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന മറ്റുള്ള കച്ചവടക്കാർക്കും ഈ ഇന്ത്യയിലെ ട്രേഡിൽ അവർക്കും കൂടെ പങ്കെടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട്
അവര് വീണ്ടും പുതുതായിട്ട് ഒരു കമ്പനി കൂടി ആരംഭിക്കുന്നു. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാം നിങ്ങൾക്ക് ഇതിന്റെ ഫുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പുതുതായിട്ടൊരു കമ്പനി കൂടി ആരംഭിക്കുന്നു. അത് സർ വില്യം നോറിസ് എന്നുള്ള ആളിന്റെ നേതൃത്വത്തിലാണ് ഈ പുതിയ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ എത്തിയത്. അവര് എത്തി ഇവിടെ കണ്ടത് ഔറംഗസീബിനെയാണ്. അതിനുശേഷം ജഹാംഗീറിന്റെ കാലം കഴിഞ്ഞ് ഔറംഗസീബിന്റെ സമയത്ത് ഏകദേശം 1701 കാലഘട്ടത്തിലാണ് ഇവര് ഈ ഇവിടെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഔറംഗസീബിനെ കണ്ടത്. അപ്പോൾ നിലവിൽ ഇപ്പം വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന 1609 ചാർട്ടറിൽ ലഭിച്ച കമ്പനി അല്ലാതെ പുതിയ ഒരു കൂട്ടം ആളുകൾ ബ്രിട്ടനിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ വ്യാപാരത്തിന് വേണ്ടിയിട്ട് താല്പര്യത്തിന് വരികയും അവര് ഈ മുഗൾ ചക്രവർത്തി ആയിരുന്ന ഔറംഗസേബിനെ ആ സമയത്ത് കാണുകയും ചെയ്യുന്നു. പക്ഷെ ഈ കമ്പനിക്ക് വലിയ രീതിയിലുള്ള ലാഭം, അതെ ആദ്യത്തെ കമ്പനി പോലെ തന്നെ ലാഭം ഉണ്ടാക്കാനും പിടിച്ചു നിൽക്കാനും സാധിച്ചില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇങ്ങനെ രണ്ട് കമ്പനികൾ ഒരേ സ്ഥലത്ത് തന്നെ വേണ്ട എന്നുള്ളതിന്റെ ഫലമായിട്ട് ബ്രിട്ടനിലെ ചക്രവർത്തിയുടെയും ബ്രിട്ടനിലെ പാർലമെന്റിന്റെയും തീരുമാനത്തിന്റെ ഫലമായിട്ട് ഈ രണ്ട് കമ്പനികളും കൂടെ യോജിച്ച് മെർജ് ചെയ്ത് ഒരൊറ്റ കമ്പനിയായിട്ട് മാറുന്നു. 1708 ഈ രണ്ട് കമ്പനികളും കൂടി ചേർന്ന് ഒറ്റ കമ്പനിയായിട്ട് മാറുന്നത്. 1708 ഈ കമ്പനിയാണ് യുണൈറ്റഡ് കമ്പനി ഓഫ് മർച്ചന്റ്സ് ഓഫ് ഇംഗ്ലണ്ട്. അത് പേരൊന്നും നിങ്ങൾ അങ്ങനെ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോൾ അത് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഈ കമ്പനിയാണ് നമ്മൾ പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വിളിക്കുമ്പോൾ പറയുന്നത്. ഈ രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് ഒരുമിച്ച് ചേർന്ന കമ്പനിയാണ്. 1708 ഈ രണ്ട് കമ്പനികളും കൂടി ഒരുമിച്ച് ചേർന്നത്. പിന്നീട് 1708 മുതൽ പിന്നീട് ഇന്ത്യയെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ രണ്ട് കമ്പനികളും കൂടി ചേർന്ന് തുടങ്ങിയ ഈ കമ്പനിയാണ്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. 1708 ഈ രണ്ട് കമ്പനികളൂടെ മെർജ് ചെയ്ത് പുതിയ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഉണ്ടാവുന്നത്. നമ്മളപ്പോൾ പറഞ്ഞു വന്നത് ബംഗാളിനെ പറ്റിയാണല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ബംഗാൾ മുഗൾ ചക്രവർത്തിയുടെ കീഴിലുള്ള പ്രൊവിൻസുകളിൽ ഏറ്റവും അധികം സമ്പന്നമായിട്ടുള്ള ഏരിയ ആയിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബംഗാൾ പ്രവിശ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ മാപ്പിലെ ബംഗാൾ, അതേപോലെ ബംഗ്ലാദേശ് രാജ്യം, ബീഹാർ, ഒറീസ അതായത് ഒഡീഷ, ഈ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ വലിയ ഒരു ഏരിയ ആയിരുന്നു ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പൊ ബംഗാൾ എന്നുള്ള പേര് മാത്രമേ നമ്മൾ പറയുന്നുള്ളെങ്കിലും ഈ ഇന്ത്യയുടെ വളരെ ഒരുപാട് ഏരിയകൾ, പല തരത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്ന വളരെ വലിയ ഒരു ഏരിയ ആയിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ 1651 ബംഗാളിൽ ട്രേഡിനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. അതിനുശേഷം 1698 3 ഗ്രാമങ്ങളുടെ സമീന്ദാരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ രാജ്യത്തിന്റെ ടാക്സ് പിരിക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ സമീന്ദാരി എന്ന് വിളിക്കുന്നത്. 3 ബംഗാൾ ഗ്രാമങ്ങൾ സുൽത്താനുദ്ദീൻ, ഗോവിന്ദപൂർ, കാളിഘട്ട അല്ലെങ്കിൽ കാളിഘട്ട് എന്ന് പേരിലുള്ള 3 ഗ്രാമങ്ങളുടെ സമീന്ദാരി 1698 ഇവർക്ക് ലഭിക്കുന്നു. അതിന് ഏകദേശം 1600 രൂപയാണ് ഇവര് കൊടുത്തത്. അതിൽ നിന്ന് അങ്ങനെ ഈ 3 ഗ്രാമങ്ങൾ ലഭിക്കുന്നു. ഈ പേര് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കാളിഘട്ട അല്ലെങ്കിൽ കാളിഘട്ട് എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലമാണ് പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഇതില് പിന്നീട് കൽക്കത്ത നഗരമായിട്ട് വളർന്നു വന്നത്. അപ്പോൾ ഇവര് ഇവിടെ ഒരു പുതിയ കോട്ട കെട്ടുന്നു. ആ കോട്ടയുടെ പേര് ഫോർട്ട് വില്യം എന്നുള്ളതാണ്. 1700 ഫോർട്ട് വില്യം എന്നുള്ള പേരിൽ പുതിയൊരു കോട്ട
ഇവിടെ കെട്ടുന്നു. ഇതിനു മുമ്പ് നമ്മൾ ബ്രിട്ടീഷുകാർ കെട്ടിയ കോട്ട എന്ന് പറയുന്നത് മദ്രാസിലായിരുന്നു, ഫോർട്ട് സെന്റ് ജോർജ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം 1700 കൊൽക്കത്തയിൽ ഇവരെ അടുത്ത ഫോർട്ട് കെട്ടുന്നു, ഫോർട്ട് വില്യം. ഈ കൊൽക്കത്തയിലെ ഫോർട്ട് കെട്ടിയതോടുകൂടി ഈ ഈസ്റ്റേൺ പ്രസിഡൻസിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയിലേക്ക് മാറുന്നു. സർ ചാൾസ് ഐർ ആയിരുന്നു ഈ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്ത സ്ലൈഡ് കാണാമല്ലോ അല്ലേ? 1715. 1715 ജോൺ സുർമാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസർ ആ സമയത്തെ മുഗൾ എംപയർ ആയിരുന്ന ഫറൂഖ് ഷിയാറിനെ കാണുന്നു. ഇദ്ദേഹം ഫറൂഖ് ഷിയാറിൽ നിന്നും 3 ഫർമാനുകൾ ലഭിക്കുന്നു. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഫർമാൻ എന്ന് പറയുന്നത് സുൽത്താനിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിം എംപയറിൽ നിന്നും ലഭിക്കുന്ന അവകാശങ്ങൾ അടങ്ങിയ ഓർഡറിനെയാണ് നമ്മൾ ഫർമാൻ എന്ന് വിളിക്കുന്നത്. മുമ്പേ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഫർമാൻ, ഗോൾഡൻ ഫർമാൻ എന്ന് പറയുന്നത് ഗോൽക്കൊണ്ട സുൽത്താനിൽ നിന്നും ലഭിച്ച ഫർമാനായിരുന്നു. ആ ഫർമാൻ വഴി എന്തായിരുന്നു ലഭിച്ചത്? മസൂലി പട്ടണത്തിൽ യഥേഷ്ടം ട്രേഡ് നടത്താനുള്ള അവകാശമാണ് ഗോൾഡൻ ഫർമാൻ വഴി ആ സമയത്ത് ലഭിച്ചത്. അതിനുശേഷം 1715 ഫറൂഖ് ഷിയാർ, ആ സമയത്തെ മുഗൾ എംപററായിരുന്ന ഫറൂഖ് ഷിയാറിൽ നിന്നും 3 ഫർമാൻ കൂടി ഇവർക്ക് ലഭിക്കുന്നു. ഈ ഫർമാനുകളിൽ നിന്നും ബംഗാൾ, ഗുജറാത്ത്, ഹൈദരാബാദ് ഈ ഭാഗങ്ങളിൽ കൂടുതൽ നല്ല രീതിയിൽ ട്രേഡ് നടത്താനുള്ള പല പല അവകാശങ്ങളും ഈ ഫറൂഖ് ഷിയാറിന്റെ 3 ഫർമാനുകൾ വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ലഭിച്ച ഫർമാനുകളുടെ ഒക്കെ ഫലമായിട്ട് ബ്രിട്ടീഷുകാരുടെ ബംഗാളിലെ ട്രേഡ് കൂടുതൽ കൂടുതൽ ശക്തമായി, കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ആദ്യത്തെ സമയത്ത് ഇവിടെ ട്രേഡ് നടത്താനായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടി വന്ന ഹലോ, എനിക്കെന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതാണ്, ക്ലാസ് കട്ടായി പോയി. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ബംഗാൾ പറഞ്ഞത് നിങ്ങൾ തുടങ്ങിയത് കേട്ടായിരുന്നോ? ഓക്കെ. അപ്പോ ഈ ഒരു വർഷം 350 പൗണ്ട് മാത്രമാണ് ഇവർക്ക് ഇതിൽ ചെലവുണ്ടായിരുന്നത്. അതിൽ നിന്നും പക്ഷെ ഏകദേശം 50,000 പൗണ്ടോളം തുക ഇവർക്ക് ഈ ബ്രിട്ടനിൽ നിന്ന് ബംഗാളിൽ നിന്ന് മാത്രം ഉള്ള വ്യാപാരത്തിലൂടെ ലാഭമായിട്ട് ആ സമയത്ത് ലഭിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് പറയുന്നത്, അതായത് ബ്രിട്ടീഷുകാർ ഏഷ്യയിൽ നിന്നും കടത്തുന്ന സാധനങ്ങളുടെ ഏകദേശം 60% വന്നുകൊണ്ടിരുന്നത് ബംഗാളിൽ നിന്നായിരുന്നു. അതിനുശേഷം ഇവർ ബംഗാളിലെ അവരുടെ വ്യാപാരം കൂടുതൽ ശക്തമാക്കുന്നു. ധാരാളം പുതിയ ഫാക്ടറികൾ തുടങ്ങുന്നു. പ്രധാനമായിട്ടും തുടങ്ങിയത് ബാലാസോർ, ഹൂഗ്ലി, കാസിം ബസാർ, പാറ്റ്ന, ധാക്ക എന്നീ ഏരിയകളിലാണ്. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോഴത്തെ ബംഗാൾ ഉൾപ്പെടുന്ന ഭാഗം കൂടാതെ പാറ്റ്ന എന്ന് പറയുമ്പോൾ ബീഹാറാണ്, ധാക്ക ബംഗ്ലാദേശിലാണ്, ഹൂഗ്ലി വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബംഗാൾ പ്രസിഡൻസിയുടെ പല പല ഭാഗങ്ങളിലും ബ്രിട്ടീഷുകാർ പുതിയ പുതിയ ഫാക്ടറികൾ തുടങ്ങുന്നു. അതിനുശേഷം ബംഗാളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 1700 മുർഷിദ് കുലി ഖാൻ ബംഗാളിന്റെ ദിവാനാവുന്നു എന്നുള്ളതാണ്. ഈ മുർഷിദ് കുലി ഖാൻ ബംഗാളിന്റെ ദിവാനാവുന്നു. ആ സമയം മുതലാണ് ദിവാനി എന്നുള്ള പേരിൽ ബംഗാളില് ഭരിക്കാനായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പ്
നമുക്കറിയാം മുഗൾ എംപയർ ആയിരുന്നു രാജ്യം മുഴുവൻ ഭരിച്ചിരുന്നത്. അപ്പോൾ ഔറംഗസേബിന് ശേഷം മുഗൾ ചക്രവർത്തിമാരുടെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും ശക്തി വലിയ തോതിൽ ക്ഷയിക്കുന്നു. അപ്പോൾ മുഗൾ ചക്രവർത്തിയുടെ ശക്തി ക്ഷയിക്കുന്നതിന്റെ ഫലമായിട്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പല പല പ്രദേശങ്ങളും അവരുടെ സ്വാതന്ത്ര്യം കൂടുതലായിട്ട് എടുക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ധാരാളം പുതിയ പുതിയ ദിവാനികൾ അതേപോലെയുള്ള പ്രദേശങ്ങൾ ഒക്കെ ഉണ്ടാവുന്നു. പുതിയ പുതിയ നവാബുകൾ ഉണ്ടാവുന്നു. അങ്ങനെ പല പല മാറ്റങ്ങൾ ഈ സമയത്ത് മൊത്തത്തിൽ മുഗൾ സാമ്രാജ്യത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് 1700 സമയമായപ്പോഴത്തേക്കും മുർഷിദ് കുലി ഖാൻ ബംഗാളിന്റെ ദിവാൻ ആവുന്നു. ദിവാനാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുമ്പോൾ മുഗൾ ചക്രവർത്തിയുടെ അധീനതയിൽ തന്നെയാണ്. പക്ഷെ എന്നാലും ഭരിക്കാനുള്ള കാര്യത്തിലും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കാര്യത്തിൽ അതേപോലെ ഒക്കെ കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും ഈ മുർഷിദ് കുലി ഖാൻ ആവുന്നത് മുതൽ ബംഗാളിലെ തന്നെ ദിവാൻമാർക്ക് ലഭിക്കുന്നു. 1700 മുർഷിദ് കുലി ഖാൻ ബംഗാളിന്റെ ദിവാനാവുന്നു. 1727 വരെ മുർഷിദ് കുലി ഖാൻ ബംഗാളിൽ ഭരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള ഷൂജാഉദ്ദീൻ ആണ് അടുത്ത ബംഗാൾ നവാബാകുന്നത്. ഷൂജാഉദ്ദീൻ അദ്ദേഹം 1739 വരെ റൂളറായിട്ട് ദിവാനായിട്ട് ബംഗാൾ ഭരിക്കുന്നു. അതിനുശേഷം ഷൂജാഉദ്ദീന് ശേഷം അടുത്ത ദിവാനായത് സർഫറാസ് ഖാനാണ്. സർഫറാസ് ഖാനാണ് ഷൂജാഉദ്ദീന് ശേഷം അടുത്ത ദിവാൻ. അപ്പൊ ആദ്യത്തെ ദിവാൻ എന്ന് പറയുന്നത് മുർഷിദ് കുലി ഖാനാണ്. 1700 മുർഷിദ് കുലി ഖാൻ ദിവാനാവുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരുമകനായ ഷുജാഉദ്ദീൻ ദിവാനാവുന്നു. 1739 ഷുജാഉദ്ദീൻ ദിവാൻ ആവുന്നത്. അതിനുശേഷം അടുത്ത ദിവാൻ അല്ലെങ്കിൽ അടുത്ത നവാബ് എന്ന് പറയുന്നത് സർഫറാസ് ഖാൻ ആയിരുന്നു. ഷുജാഉദ്ദീന് ശേഷം 1739 അപ്പോൾ ഷുജാഉദ്ദീന് ശേഷം സർഫറാസ് ഖാൻ അടുത്ത ദിവാനാകുന്നു. അതിനുശേഷം 1741 ഞാൻ വർഷം സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല, നോട്ട് ചെയ്യണം. 1741 1741 അലിവർദി ഖാൻ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിയുടെ അധീനതയിൽ ബീഹാറിലെ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്നു ഈ അലിവർദി ഖാൻ ബംഗാൾ നവാബ് ആയിരുന്ന സർഫറാസ് ഖാനെ കൊന്നതിന് ശേഷം ബംഗാളിന്റെ പുതിയ നവാബ് അല്ലെങ്കിൽ പുതിയ ദിവാനായിട്ട് അലിവർദി ഖാൻ മാറുന്നു. അലിവർദി ഖാൻ അങ്ങനെ 1741 മുതൽ 1756 വരെ ബംഗാളിന്റെ നവാബായിട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സമയത്ത് ബംഗാളിന്റെ അഭിവൃദ്ധി വീണ്ടും വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവാബ് അല്ലെങ്കിൽ ആദ്യത്തെ നവാബായിരുന്ന മുർഷിദ് കുലി ഖാന് ശേഷം അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബംഗാൾ റൂളർ എന്ന് പറയുന്നത് അലിവർദി ഖാനാണ്. 1741 അലിവർദി ഖാൻ ബംഗാളിന്റെ നവാബാകുന്നത്. അതിന് മുൻപത്തെ നവാബായിരുന്ന സർഫറാസ് ഖാനെ വധിച്ചതിന് ശേഷമാണ് അലിവർദി ഖാൻ നവാബാകുന്നത്. അപ്പോൾ ഇതിന് മുൻപത്തെ നവാബ് നമുക്കറിയാം ഈ സർഫറാസ് ഖാൻ ആയിരുന്നു. ഈ സർഫറാസ് ഖാനെ നിയമിച്ചിട്ടുള്ളത് മുഗൾ ചക്രവർത്തി നേരിട്ടായിരുന്നു. അപ്പൊ മുഗൾ ചക്രവർത്തി നേരിട്ട് നിയമിച്ച ഒരു ദിവാനെ കൊന്നതിന് ശേഷമാണ് ഈ അലിവർദി ഖാൻ അവിടുത്തെ ഈ ദിവാനായിട്ട് മാറുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു അധികാരം കുറച്ചുകൂടി നിയമപരമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം നേടിയ ഈ ദിവാനി അധികാരം കുറച്ചുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ആ സമയത്ത് മുഗൾ എംപറർ ആയിരുന്ന മുഹമ്മദ് ഷാ അദ്ദേഹത്തിന് ഒരു വലിയ തുക കപ്പമായിട്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് ഔപചാരികമായിട്ട് ഈ അലിവർദി ഖാൻ തന്നെയാണ് പുതിയ നവാബ് എന്നുള്ള രീതിയിൽ ഒരു പുതിയ പ്രഖ്യാപനം നടത്തുന്നു.
മുഗൾ എംപററായിരുന്ന മുഹമ്മദ് ഷായാണ് ഈ അലിവർദി ഖാന് ഈ പ്രഖ്യാപനം അലിവർദി ഖാന് വേണ്ടി നടത്തിയത്. അതിനുശേഷം 1756 അലിവർദി ഖാൻ മരിക്കുന്നു. അലിവർദി ഖാന്റെ കൊച്ചുമകനായിരുന്ന സിറാജ് ഉദ് ദൗള പുതിയ നവാബ് ആവുന്നു. ഈ സിറാജ് ഉദ് ദൗളയാണ് പിന്നീടുള്ള പ്രധാനപ്പെട്ട ബംഗാൾ നവാബ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം നടന്നത് ഈ സിറാജ് ഉദ് ദൗളയ്ക്ക് എതിരെയാണ്. പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ബംഗാൾ നവാബ് എന്ന് പറയുന്നത് സിറാജ് ഉദ് ദൗളയാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ബംഗാളിലെ അതേപോലെ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ അധീനത്വത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധമാണ്. സിറാജ് ഉദ് ദൗള അലിവർദി ഖാന്റെ കൊച്ചുമകനായിരുന്നു സിറാജ് ഉദ് ദൗള ബംഗാൾ നവാബാകുന്നു. അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിന്റെ ബംഗാൾ നഗരത്തിലെ ഏറ്റവും ഉയർന്ന 2 ഉദ്യോഗസ്ഥരായിരുന്നു മിർ മദൻ അതുപോലെ മോഹൻലാൽ എന്ന് ഉള്ളവർ. ഈ പേരുകൾ ഓർത്തിരിക്കുക, കാരണം പിന്നീടുള്ള ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സമയത്ത് പ്രധാനപ്പെട്ട ആളുകളാണ് ഈ മിർ മദൻ, മോഹൻലാൽ എന്നിട്ടുള്ളവർ. അതുകൂടാതെ ഈ സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു മിർ ജാഫർ. അദ്ദേഹം ഈ സിറാജ് ഉദ് ദൗളയുടെ ബന്ധുവായിരുന്നു. പിന്നീട് റായ് ദുർലഭ്, ജഗത് സേഠ്, ഓമിചന്ദ്. ഈ പേരുകൾ നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും മിർ ജാഫറും ജഗത് സേഠും ഓർത്തിരിക്കുക. ഇവരൊക്കെ ഈ സമയത്ത് സിറാജ് ഉദ് ദൗളയുടെ കീഴിൽ ബംഗാൾ കൊട്ടാരത്തിലെയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. ഈ സിറാജ് ഉദ് ദൗളയുടെ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ ആൾക്കാരുടെ പേര് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സമയത്ത്, പ്ലാസി യുദ്ധത്തിന്റെ സമയത്ത് ഈ സിറാജ് ഉദ് ദൗളയെ ഇവര് കൂടെ നിന്ന് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവര് ബ്രിട്ടീഷുകാരെയാണ് സഹായിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് സിറാജ് ഉദ് ദൗള ഈ പ്ലാസി യുദ്ധം തോൽക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം അല്ലാതെ സൈനിക ബലത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000-ലധികം സൈന്യം ഈ സിറാജ് ഉദ് ദൗളയ്ക്ക് ഉണ്ടായിരുന്നു. മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞില്ല, വളരെയധികം സമ്പന്നമായിട്ടുള്ള പ്രവിശ്യയായിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം സൈനിക ബലവും ആയുധബലവും ഒക്കെ ബംഗാളിലും ആ സമയത്ത് അവിടെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗള തോക്കുവാനായിട്ട് കാരണം ഈ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളുടെ ചതിയാണ്. അതായത് പ്ലാസി യുദ്ധം നടക്കുന്നതിന് മുൻപേ തന്നെ ഏകദേശം യുദ്ധത്തിന്റെ ഫലം തീരുമാനിക്കപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് നേതൃത്വം കൊടുത്തിരുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. അദ്ദേഹം മദ്രാസിൽ നിന്നുമാണ് പ്ലാസി യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പട്ടാളക്കാരുമായിട്ട് ഈ ബംഗാളിലേക്ക് എത്തുന്നത്. ബംഗാളിൽ എത്തിയ ക്ലൈവ് ഏറ്റവും ആദ്യം തന്നെ ചെയ്തത് സിറാജ് ഉദ് ദൗളയുടെ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള മിർ ജാഫർ, ഈ റായ് ദുർലഭ്, ജഗത് സേഠ് മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരുമായിട്ടും ഒരു രഹസ്യമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഉടമ്പടിയുടെ ഫലമായിട്ട് സിറാജ് ഉദ് ദൗളയെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അങ്ങനെ സിറാജ് ഉദ് ദൗള തോറ്റതിന് ശേഷം ഈ മിർ ജാഫറിനെ പുതിയ നവാബാക്കുകയും ചെയ്യുമെന്ന് ഒരു എഗ്രിമെന്റ് ക്ലൈവും ഈ മിർ ജാഫറും തമ്മിൽ വെക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഈ നവാബിന്റെ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുക തന്നെ ചെയ്തില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയൊരു സൈന്യം മാത്രമേ പ്ലാസി യുദ്ധത്തിൽ ബംഗാളിന്റെ ഭാഗത്തു നിന്നും പങ്കെടുത്തുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ നേരത്തെ തന്നെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പങ്കെടുക്കാതെ കീഴടങ്ങുകയാണ് ചെയ്തത്. നമ്മൾ മുമ്പേ പറഞ്ഞ മീർ മദൻ, മോഹൻലാൽ ഇവര് പക്ഷേ അവസാനം വരെയും ഈ സിറാജ് ഉദ് ദൗളയോടൊപ്പം നിന്നു. മിർ മദനും മോഹൻലാലും വളരെ അധികം ധീരമായ രീതിയിൽ ഈ റോബർട്ട് ക്ലൈവിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയെങ്കിലും അവസാനം ഇവര്
യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവരെ കൊല്ലപ്പെട്ടതോടെ ഏകദേശം പ്ലാസി യുദ്ധം പൂർണ്ണമായിട്ടും ബംഗാൾ തോക്കുകയും സിറാജുദ്ദൗള പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാരെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന വർഷം എന്ന് പറയുന്നത് 1757 1757 ജൂൺ 23. ആ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി തന്നെ അറിയാമായിരിക്കും. പ്ലാസി യുദ്ധം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ അധികാരം നേടുന്നതിന്റെ ഫലമായിട്ട് നടന്ന ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധത്തിന്റെ ഒരു വശത്ത് സിറാജുദ്ദൗളയും മറുവശത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി റോബർട്ട് ക്ലൈവുമായിരുന്നു. 1757 യുദ്ധത്തിൽ മിർ ജാഫറിന്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ആളുകള് സിറാജുദ്ദൗളയെ ചതിച്ചതിന്റെ ഫലമായിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ യുദ്ധത്തിന്റെ ഫലം നിർണ്ണയിക്കപ്പെടുകയും സിറാജുദ്ദൗള യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവർ തമ്മിൽ റോബർട്ട് ക്ലൈവും മിർ ജാഫറും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയ എഗ്രിമെന്റിന്റെ ഫലമായിട്ട് സിറാജുദ്ദൗള പ്ലാസി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. മിർ ജാഫറിനെ പുതിയ നവാബായിട്ട്, ബംഗാൾ നവാബായിട്ട് കമ്പനി ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ നവാബ് സ്ഥാനം മിർ ജാഫറിന് ലഭിച്ചതിന്റെ നന്ദിയായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാരിതോഷികമായിട്ട് ഏകദേശം 24 പർഗാന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബംഗാളിലെ ഈ പ്രധാനപ്പെട്ട പ്രൊവിഡൻസിന്റെ ഏരിയയിലുള്ള മറ്റ് ചെറിയ ചെറിയ സ്ഥലങ്ങളെയാണ് ഈ പർഗാനാസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ രാജ്യത്തിനകത്ത് സ്റ്റേറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റിനകത്ത് ഡിസ്ട്രിക്റ്റ്, ഡിസ്ട്രിക്റ്റിനകത്ത് താലൂക്ക് എന്നിങ്ങനെ രീതിയിൽ ഇതിനെ വിഭജിക്കുന്നത് പോലെ താലൂക്ക് പോലെയുള്ള ഒരു ഇതാണ് പർഗാന എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡിന്റെ ഏരിയയാണ് ഈ പർഗാന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം 24 പർഗാനകൾ, അവിടുത്തെ സമീന്ദാരി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ആ പർഗാനകളിലെ ടാക്സ് പിരിക്കാനുള്ള അവകാശമാണ്. ഇത് മിർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുന്നു. 24 പർഗാനകളുടെ സമീന്ദാരി, അതോടൊപ്പം തന്നെ വളരെ വലിയ ഒരു തുകയും ഈ യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അപ്പോൾ പ്ലാസി യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാരുടെ ബംഗാളിലുള്ള അവകാശവും അധികാരവും വീണ്ടും വീണ്ടും കൂടി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എംപയറിന്റെ അടിത്തട്ട് ഇന്ത്യയിൽ ഇടാൻ കാരണമായ യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷ് റൂൾ, അതായത് കച്ചവടത്തിന് വേണ്ടി മാത്രം വന്ന കമ്പനി കച്ചവടം എന്നുള്ളതിൽ നിന്നും മറികടന്ന് രാജ്യത്തിന്റെ ഭരണത്തിലും കൂടി ഇടപെട്ട് തുടങ്ങുന്നത് പ്ലാസി യുദ്ധം മുതലാണ്. അപ്പൊ അതാണ് പ്ലാസി യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നീട് മിർ ജാഫറിന് ശേഷവും മിർ ജാഫറും ബ്രിട്ടീഷ് കമ്പനിയുമായിട്ടുള്ള ഇതും ഉടൻ തന്നെ പ്രശ്നത്തിലാവുന്നു. മിർ ജാഫറിന് ശേഷം അടുത്ത നവാബായിട്ട് വരുന്നത് മിർ കാസിമാണ്. മിർ കാസിം 1760 നവാബായിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് മിർ കാസിമും കമ്പനിയും ആയിട്ട് ഒരു കരാർ ഒപ്പുവെക്കുന്നു 1760. കമ്പനിക്ക് വേണ്ടി കൽക്കട്ടയിലെ പുതിയ ഗവർണറായിരുന്ന വാൻസിറ്റാർട്ടാണ് ഈ ഇതില് ഒപ്പുവെച്ചത്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് അവിടുത്തെ ബംഗാളിലെ ഒരു 3 ജില്ലകൾ പൂർണ്ണമായിട്ടും കമ്പനിയുടെ അധീനതയിലേക്ക് ആക്കുന്നു. അതിനുകൂടാതെ ഈ കമ്പനി ബംഗാളിൽ ഈ ഇത് നടക്കുന്ന സമയങ്ങളിൽ തന്നെ സൗത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കുറച്ച് യുദ്ധങ്ങളിൽ കൂടി ഏർപ്പെടുന്നുണ്ട്. അത് നമുക്ക് നാളെ ഏതൊക്കെയാണെന്നും ആരുമായിട്ടൊക്കെയാണെന്നും നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലെ യുദ്ധം നടക്കുന്നതിന്റെ ചെലവിനേക്കായിട്ട് ഈ മിർ കാസിമിൽ നിന്നും വലിയ ഒരു തുക ഇവർ
ഈ കരാറിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കുന്നു. ഇതുകൂടാതെ പ്രധാനമായിട്ടും പെട്ട ഈ ട്രേറ്റിലെ പ്രധാനപ്പെട്ട ഈ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ശത്രുക്കളെ മിർ കാസിമിന്റെ ശത്രുക്കളായിട്ടും കമ്പനിയുടെ സുഹൃത്തുക്കളെ മിർ കാസിമിന്റെ സുഹൃത്തുക്കളായിട്ടും കരുതണം എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി ആരുമായിട്ടെങ്കിലും ഏതെങ്കിലും രാജ്യവുമായിട്ട് എതിർപ്പുണ്ടെങ്കിൽ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ധാരണകൾക്കോ ട്രേഡിനേക്കോ ഈ മിർ കാസിമിനും ബംഗാളിനും അധികാരം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഈ മിർ കാസിമുമായിട്ട് ഇങ്ങനെ ഒരു ട്രീറ്റ് കൂടി 1760 കൽക്കട്ടയിലെ കമ്പനി ഗവർണറായിരുന്ന വാൻ സിറ്റാർട്ട് നടത്തുന്നു. ഇതിന്റെ ഫലമായിട്ട് കമ്പനിയുടെ ശക്തി വീണ്ടും കൂടി വരുന്നു. അപ്പോൾ മിർ ജാഫറിന് ശേഷം അടുത്തതായിട്ട് വന്ന ആള് എന്ന് പറയുന്നത് മിർ കാസിമാണ്. മിർ ജാഫറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് 1500 രൂപ വർഷം പെൻഷൻ കമ്പനി കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം പെൻഷനും വാങ്ങിച്ച് മിർ ജാഫർ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു. അതിനുശേഷം മിർ കാസിം പുതിയ നവാബാകുന്നു. മിർ കാസിം പിന്നീട് വന്ന നവാബുകളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നവാബായിരുന്നു മിർ കാസിം. അതായത് അലിവർദി ഖാന് ശേഷം ഉണ്ടായ നവാബുകളിൽ ഏറ്റവും കഴിവ് കൂടിയ വളരെ ശക്തനായിട്ടുള്ള നവാബായിരുന്നു മിർ കാസിം. മിർ കാസിം അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം മുർഷിദാബാദിൽ നിന്നും ബീഹാറിലെ മുംഗറിലേക്ക് മാറ്റുന്നു. ഇതിനുശേഷമാണ് അടുത്ത പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ബംഗാളിലെ യുദ്ധം നടക്കുന്നത്. അതിനെ നമ്മൾ ബക്സാർ യുദ്ധം എന്ന് വിളിക്കുന്നു. ബാറ്റിൽ ഓഫ് ബക്സാർ. ബാറ്റിൽ ഓഫ് ബക്സാർ നടന്നത് ബ്രിട്ടീഷുകാരും ഈ സമയത്ത് പുതിയ നവാബായിട്ട് മാറിയ മിർ കാസിമും തമ്മിലാണ്. അപ്പോൾ 1760 മിർ കാസിം പുതിയ നവാബാകുന്നത്. നമ്മൾക്കറിയാം ഒരു വലിയ ട്രീറ്റി 1760 ബ്രിട്ടീഷ് കമ്പനിയും മിർ കാസിമും തമ്മിൽ ഒപ്പുവെച്ചിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ധാരാളം സ്വത്തുക്കളും ധാരാളം ഏരിയയും ഈ കമ്പനിയുടെ അധികാരത്തിലേക്ക് വന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റിൽ കണ്ടതാണ് അലിവർദി ഖാന് ശേഷമുള്ള ഏറ്റവും നല്ല നവാബ് കൂടിയായിരുന്നു ഈ മിർ കാസിം. അദ്ദേഹം ഒരു നല്ല നവാബ് അല്ലെങ്കിൽ നല്ല കഴിവേറിയ നവാബാണ് എന്ന് പറയുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഒരു പരിധിയിൽ കൂടെ കൂടുതൽ ഒതുങ്ങി നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ തലസ്ഥാനത്തിനെ മുർഷിദാബാദിൽ നിന്നും ഈ ബീഹാറിലേക്ക് മാറ്റാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമായ കൊൽക്കത്തയിൽ നിന്നും പരമാവധി ദൂരത്തേക്ക് ഇദ്ദേഹത്തിന്റെ ആസ്ഥാനം മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ആസ്ഥാനം ബീഹാറിലേക്ക് മാറ്റിയത്. പിന്നീട് ഇദ്ദേഹം കമ്പനിയുടെ പല പ്രവൃത്തികളിലും ഇദ്ദേഹം കൂടുതൽ അസന്തുഷ്ടനായിട്ട് വരികയും പുതിയ ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു സമയത്തിലേക്ക് വരികയും ചെയ്യുന്നു. ഇതില് മിർ കാസിമും കമ്പനിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദസ്തകുകളുടെ മിസ്യൂസ് ആയിരുന്നു. അപ്പോൾ ദസ്തക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ദസ്തക് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ബംഗാളിന്റെ ഏറ്റവും വലിയ ഇതിലെ ലാഭം അല്ലെങ്കിൽ അവരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ ട്രേഡ് നടത്തുന്നതിലെ കരമാണ്. അപ്പൊ കമ്പനിക്ക് എത്ര വേണമെങ്കിലും കരമിളവായിട്ട് ട്രേഡ് നടത്താനുള്ള അധികാരം നേരത്തെ മുതൽ തന്നെ ഈ ബംഗാൾ നവാബുമാര് അനുവദിച്ചു കൊടുത്തിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഈ ദസ്തക് എന്ന പേരിൽ വിളിക്കുന്നത്. ദസ്തക് ഉണ്ടെങ്കിൽ ഇവർക്ക് അകത്ത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ട്രേഡുകൾക്ക് ചരക്ക് നീക്കങ്ങൾക്കൊന്നും ഈ ബംഗാൾ നവാബിന് പിന്നീട് കരം കൊടുക്കേണ്ടതില്ല. അപ്പൊ അതിനുവേണ്ടി കമ്പനിയുടെ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട് ബംഗാൾ നവാബ് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആയിരുന്നു ഈ ദസ്തക്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ദസ്തകിനെ ഇവര് മറിച്ചു വിറ്റു. മറ്റ് കമ്പനിയുമായിട്ട് ബന്ധമില്ലാത്ത ബാക്കിയുള്ള ആൾക്കാർക്കും ബാക്കിയുള്ള ട്രേഡേഴ്സിനും ഒക്കെ ഈ കമ്പനിയുടെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ദസ്തക് മറിച്ചു വിൽക്കുകയും അവരതിൽ നിന്നും വലിയ പൈസ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഈ
മിർ കാസിമിന്, അതായത് ബംഗാൾ നവാബിന് സാധാരണഗതിയിൽ കിട്ടേണ്ട പൈസ പോലും ബാക്കിയുള്ള ട്രേഡേഴ്സിൽ നിന്നും കിട്ടുന്നതും കൂടി മുടങ്ങിപ്പോകും. ഓൾറെഡി കമ്പനിയിൽ നിന്ന് പൈസ ലഭിക്കുന്നില്ല, കമ്പനിക്ക് ദസ്തകുണ്ട്. കമ്പനി അവർക്ക് കൊടുത്തിരിക്കുന്ന ദസ്തക് ബാക്കിയുള്ളവർക്ക് കൂടി മറിച്ച് വിൽക്കാൻ തുടങ്ങിയതോടെ അവിടെ നിന്നുള്ള പൈസ മിർ കാസിമിന് ലഭിക്കാതെയാവുന്നു. അപ്പോൾ വലിയ തോതിൽ ഈ നവാബിന്റെ ആ സമയത്തെ വരുമാനത്തെ ഈ ദസ്തക് ബാധിക്കുന്നു. അപ്പൊ ഇവർക്ക് ഈ ലഭിക്കേണ്ട വരുമാനം അതെല്ലാം പരമാവധി കമ്പനി ഒഫീഷ്യൽസിന്റെ കയ്യിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം മാറ്റുവാൻ വേണ്ടിയിട്ട്, ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് മിർ കാസിം ഒരു ഭയങ്കര അറ്റകൈ പ്രയോഗം തന്നെ നടത്തുന്നു. അദ്ദേഹം ഈ ബംഗാൾ രാജ്യത്തിനകത്തുള്ള ഇന്റേണൽ ട്രേഡിനുള്ള മുഴുവൻ ടാക്സുകളെ ഇല്ലാതാക്കുന്നു. അതായത് കമ്പനിക്ക് ദസ്തക് മറിച്ച് വിൽക്കാൻ പറ്റുന്നത് ഈ ബാക്കിയുള്ളവർക്ക് ട്രേഡിന് ടാക്സ് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ ദസ്തകം എന്നുള്ള പരിപാടിയെ നിർത്തുന്നു. അതായത് എല്ലാ ട്രേഡിനുള്ള ടാക്സും മുഴുവൻ ഇട്ട് നിർത്തുന്നു. അപ്പൊ ആർക്കും ട്രേഡിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കമ്പനിക്ക് ഈ ദസ്തക് മറിച്ച് വിൽക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നു. അപ്പൊ അതിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ വലിയ ലാഭം ഈ മിർ കാസിമിന്റെ ഈ നീക്കത്തിലൂടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ പ്രശ്നങ്ങൾ ആണ് വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇതിനെ കമ്പനിയെയും ഈ നവാബിനെയും നയിക്കുന്നത്. 1763 ആയപ്പോഴത്തേക്കും പുതിയ ആ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും അവിടെ ആരംഭിച്ചു തുടങ്ങി. ആദ്യത്തെ ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള ഒറ്റയ്ക്കായിരുന്നു നയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു സഖ്യം അവിടുത്തെ സമീപത്തെ രാജാക്കന്മാരെല്ലാം അവിടെ ചേർന്ന് ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള. അവധ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഉത്തർപ്രദേശിന്റെ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ആ സമയത്ത് അവധ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈസ്റ്റേൺ ഉത്തർപ്രദേശിന്റെ ഭാഗങ്ങൾ. അപ്പൊ ആ അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, അതോടൊപ്പം തന്നെ ഡൽഹിയിലുള്ള മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം ദ സെക്കൻഡ്, ഇവര് രണ്ടുപേരും ഈ മിർ കാസിമിനോടൊപ്പം ചേരുന്നു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും മുഗൾ എംപററിന്റെ ശക്തി വളരെയധികം ചുരുങ്ങി അദ്ദേഹം ഡൽഹിക്കുള്ള ചുറ്റുമുള്ള കുറച്ച് ഭാഗത്തിന്റെ മാത്രം അധികാരം നേരിട്ടുള്ള ആളായിട്ട് മാറി ഒതുങ്ങിയിരുന്നു. എന്നിരുന്നാൽ പോലും പക്ഷെ ഇന്ത്യയുടെ ചക്രവർത്തി എന്നുള്ള പേര് മുഗൾ എംപററിന് ഈ സമയവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുഗൾ എംപററും അവധിന്റെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, അതോടൊപ്പം തന്നെ ബംഗാൾ നവാബായ മിർ കാസിം, ഇവർ 3 പേരും ചേർന്നിട്ടുള്ള ഒരു സഖ്യമാണ് ബക്സാറിൽ യുദ്ധം നടത്തുന്നത്. ബാറ്റിൽ ഓഫ് ബക്സാർ നടക്കുന്നത് 1764 ഒക്ടോബർ 22-നാണ് ബാറ്റിൽ ഓഫ് ബക്സാർ നടക്കുന്നത്. ബക്സാർ യുദ്ധത്തിൽ ഈ സഖ്യമായിട്ട് നടന്ന ഈ 3 പേരെയും ബ്രിട്ടീഷുകാര് വളരെ അനായാസം തോൽപ്പിക്കുന്നു. മേജർ ഹെക്ടർ മൺറോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷുകാര് ഈ ബക്സാർ യുദ്ധം നേരിട്ടത്. ബാറ്റിൽ ഓഫ് പ്ലാസി നമുക്ക് ഓർക്കണം, റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ബാറ്റിൽ ഓഫ് ബക്സാർ ആയപ്പോഴത്തേക്കും മേജർ ഹെക്ടർ മൺറോ ആണ് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 1764 ഒക്ടോബർ 22-ന് യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തില് ബ്രിട്ടീഷുകാര് വിജയിക്കുന്നു. നവാബ് മിർ കാസിമിന്റെയും അതേപോലെ അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗളയുടെയും മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലമിനെയും ബ്രിട്ടീഷുകാര് പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന്റെ ഈ ബാറ്റിൽ ഓഫ് ബക്സാർ അവസാനിച്ചതിന്റെ ഫലമായിട്ട് ഒരു പുതിയ ട്രീറ്റി ബ്രിട്ടീഷുകാരും ഈ രാജാക്കന്മാരുമായിട്ട് ഉണ്ടാക്കുന്നു. 1765 ഓഗസ്റ്റിലാണ് ഈ ട്രീറ്റി നടക്കുന്നത്. ട്രീറ്റി ഓഫ് അലഹബാദ് അല്ലെങ്കിൽ അലഹബാദ് സന്ധി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര്. അലഹബാദ് സന്ധിക്ക് ഒപ്പുവെച്ചത് റോബർട്ട് ക്ലൈവും അതുപോലെ അവധിലെ നവാബും മുഗൾ എംപററായിട്ടുള്ള ഷാ ആലം ദ സെക്കൻഡും ആണ് ഒപ്പുവെച്ചത്.
ഇതിന്റെ ഫലമായിട്ട് ഇവർക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവധിലെ നവാബായിരുന്ന ഷൂജാ ഉദ് ദൗള യുദ്ധത്തിന്റെ ചെലവിലേക്കായിട്ട് 50 ലക്ഷം രൂപ, അതുകൂടാതെ അദ്ദേഹത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന അലഹബാദ്, കാര എന്നീ പ്രദേശങ്ങൾ അവധിന്റെ കയ്യിൽ നിന്നും മുഗൾ ചക്രവർത്തിയായ ഷാ ആലമിന്റെ കയ്യിലേക്ക് അടിയറവ് വെക്കുന്നു. അതുകൂടാതെ ബനാറസിന്റെ, ഉത്തർപ്രദേശിലെ ബനാറസ് ഏരിയയുടെ ഫുൾ സമീന്ദാരിയും ഇവർക്ക് ലഭിക്കുന്നു. ഇത്രയുമാണ് അലഹബാദ് ട്രീറ്റി വഴി ഷൂജാ ഉദ് ദൗളയ്ക്ക് നഷ്ടപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷാ ആലം സെക്കൻഡ്, അതായത് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാ ആലം സെക്കൻഡിന് കമ്പനിയുടെ പ്രൊട്ടക്ഷനിൽ, കമ്പനിയുടെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് അലഹബാദിൽ സ്ഥിരതാമസമാക്കിക്കൊള്ളാമെന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം സമ്മതിക്കുന്നു. അതുകൂടാതെ മുഗൾ ചക്രവർത്തി പുതിയ ഒരു ഫർമാൻ ഇഷ്യൂ ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ 3 ഏരിയകളുടെയും ദിവാനി അധികാരം, അതായത് ബംഗാളിലെയും ബീഹാറിലെയും ഒറീസയിലെയും മുഴുവൻ ടാക്സും പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് കമ്പനിക്ക് മുഗൾ ചക്രവർത്തി നൽകുന്നു. അതുകൂടാതെ 53 ലക്ഷം രൂപയും. ഇത്രയുമാണ് മുഗൾ ചക്രവർത്തി ബ്രിട്ടീഷുകാർക്ക് ഈ ട്രീറ്റി ഓഫ് അലഹബാദ് വഴി നൽകുന്നത്. അപ്പൊ ഈ ട്രീറ്റി ഓഫ് അലഹബാദിന്റെ ഏറ്റവും വലിയ കാര്യം, പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, അതുവരെ ഇന്ത്യയുടെ ചക്രവർത്തി എന്നുള്ള അധികാരം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ അധികാരമില്ലെങ്കിലും ഒരു ലുക്കും പറയുമ്പോഴെങ്കിലും ഒരു ഇതുണ്ടായിരുന്ന മുഗൾ ചക്രവർത്തി എന്ന് പറയുന്നത് ഈ ട്രീറ്റി ഓഫ് അലഹബാദിന് ശേഷം ബ്രിട്ടീഷുകാരുടെ പെൻഷൻ കൈപ്പറ്റി അവർ പറയുന്ന സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സംരക്ഷണയിൽ ജീവിക്കുന്ന വെറും ഒരു കളിപ്പാവയായിട്ട് മാറി. മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തി ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ ഇതോടുകൂടി ക്ഷയിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ശക്തി പരമാവധി കൂടി വരുന്നു. ഇത്രയും നാള് അവര് ചെറിയ ചെറിയ ജില്ലകളുടെ അല്ലെങ്കിൽ കുറച്ചേറെ പർഗാനകളുടെ ഇതിന്റെയൊക്കെ സമീന്ദാരി മാത്രമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഈ ട്രീറ്റി ഓഫ് അലഹബാദിലൂടെ ബംഗാൾ പ്രസിഡൻസിയുടെ മുഴുവൻ ദിവാനി അധികാരങ്ങളും ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്നുള്ള കാര്യം. ഇതിനുശേഷം സംഭവിക്കുന്നത് ബംഗാളിലെ ഒരു ഡ്യുവൽ ഗവൺമെന്റ് ആണ്. 1765 മുതലാണ് ഈ ട്രീറ്റി ഓഫ് അലഹബാദ് ഒപ്പുവെക്കുന്നത്. അപ്പൊ 1765 മുതൽ 1772 വരെയുള്ള വർഷങ്ങൾ, ഈ 7 വർഷങ്ങൾ ഒരു ഡ്യുവൽ ഗവൺമെന്റ് ആണ് ബംഗാളിൽ ഉണ്ടാകുന്നത്. ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളിൽ നിന്നും ടാക്സ് പിരിക്കാനുള്ള അധികാരം, അതേപോലെ ഇവരെ ഭരിക്കുവാനുള്ള അധികാരം, ഇത് മുഴുവൻ ബ്രിട്ടീഷ് കമ്പനിക്ക്. അതിനെ നമ്മൾ മുമ്പേ പറഞ്ഞു ദിവാനി അധികാരങ്ങളാണ് ലഭിച്ചത്. ദിവാനി എന്ന പേരിൽ ഇവരെ ഭരിക്കാനുള്ള ഈ അധികാരങ്ങൾ മുഴുവൻ കമ്പനിക്ക് ലഭിക്കുന്നു. അതേസമയം രാജ്യത്ത് സമാധാനം നടത്തേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണത്തിന്റെ ചെലവുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ ബംഗാളിന്റെ നവാബും ചെയ്യേണ്ടി വരുന്നു. അതായത് പോലീസ് സംവിധാനങ്ങൾ, അതായത് ലോ ആൻഡ് ഓർഡർ, രാജ്യത്തെ പൊതു സമാധാനം നിലനിർത്തുക മുതലായി ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ മാത്രം ബംഗാളിലെ നവാബ് ചെയ്യുകയും ഈ ഭരണത്തിന്റെ ലാഭമുള്ള എല്ലാ സാധനങ്ങളും, അധികാരമുള്ള എല്ലാ സാധനങ്ങളും ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തുകയും കമ്പനിയുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യും. ഇതിനെയാണ് ബംഗാളിലെ ഡ്യുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. 1765 മുതൽ 1772 വരെയാണ് ഈ ഡ്യുവൽ ഗവൺമെന്റ് ബംഗാളിൽ നടന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നടന്നത്. ഈ ഡ്യുവൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ബംഗാളിലെ നവാബുമാരുടെ ഭരണവും അതിനെ ഉള്ള കാര്യങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും കൂടുതൽ മോശമായി വരുന്നു. അവർക്ക് ഇതിൽ നിന്നും രാജ്യം ഭരിക്കാനുള്ള പണമൊന്നും കിട്ടാതെയാകുന്നു. അങ്ങനെ മൊത്തത്തിൽ
ബംഗാളിലെ നവാബുമാരുടെ ഭരണത്തിന്റെ ഇത് മുഴുവൻ തകരാറിലാകുകയും ബ്രിട്ടീഷുകാരുടെ ശക്തി ബംഗാളിൽ പരമാവധി കൂടി വരികയും ചെയ്യുന്നു. ഇത്രയുമാണ് ബാറ്റിൽ ഓഫ് ബക്സാർ വഴി ബംഗാളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിനുശേഷം നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ബ്രിട്ടീഷുകാർ ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ, അതിൽ മൈസൂറുമായിട്ട് 4 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, അതേപോലെ മറാഠ രാജ്യവുമായിട്ട് കുറച്ച് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ കുറച്ച് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഓരോ യുദ്ധങ്ങളും ആരൊക്കെ തമ്മിലായിരുന്നു, ഓരോ യുദ്ധങ്ങളിലും പ്രധാനമായിട്ട് എന്താണ് സംഭവിച്ചത്, ഓരോ യുദ്ധങ്ങളും തുടങ്ങിയത് എങ്ങനെയാണ്, യുദ്ധങ്ങൾ അവസാനിച്ചത് ഏത് കരാറിന്റെ പേരിലാണ്, ഏത് കരാറിൽ ഒപ്പുവെച്ചാണ് യുദ്ധം അവസാനിപ്പിച്ചത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാളെയല്ല, ഇനി അടുത്ത ക്ലാസ് എന്നാണെന്ന് അറിയിക്കും. അപ്പൊ ആ സമയത്ത് ഈ യുദ്ധങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, അതിനുശേഷം ഷിപായി ലഹള അല്ലെങ്കിൽ 1ാം സ്വാതന്ത്ര്യ സമരം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യുക. ഇന്ന് നമുക്ക് ഉദ്ഘാടന സെഷൻ ഉണ്ടായതുകൊണ്ട് ഏകദേശം അരമണിക്കൂറോളം താമസിച്ചിട്ടാണല്ലോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത്രയുമാണ് ഇതിലെ ബംഗാളിലെ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ കമന്റിൽ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. പിന്നീട് ഈ നോട്ടിന്റെ PDF-ന്റെ മലയാളം ഞാൻ രാജേഷ് സാറിൻ്റെ കയ്യിൽ കൊടുത്തേക്കാം. അപ്പോൾ സാർ അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഉടൻ തന്നെ ഷെയർ ചെയ്യും. അടുത്ത ക്ലാസ്സുകൾ മുഴുവൻ സ്ലൈഡുകളും നമുക്ക് മലയാളത്തിൽ തന്നെ ആക്കാം. ഇപ്പോൾ ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടാത്ത 1-2 വർഷങ്ങളും കുറച്ച് പോയിന്റ്സും കുറച്ച് പേരുകളും കൂടെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്ത ശേഷം സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഭാഗങ്ങൾ, ഇതിലെ പോയിന്റുകളും വർഷങ്ങളും ആളുകളുടെ പേരുകൾ മുതലായ ഫാക്ട്സ് പരമാവധി ഒന്ന് റിവൈസ് ചെയ്ത് ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ വരിക. കാരണം നമുക്ക് അധിക സമയമില്ല പരീക്ഷയ്ക്കായിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അപ്പം നമുക്ക് ഇതൊന്ന് ചെറിയ രീതിയിൽ റിവൈസ് ചെയ്തതിന് ശേഷം ക്ലാസ്സിലേക്ക് അപ്പോൾ കടക്കാം. ഓക്കെ, 2 PDF ഷെയർ ചെയ്യാം, പ്രശ്നമില്ല. പറഞ്ഞത് ചാപ്റ്റർ പുതുക്കിയിട്ടില്ലായിരുന്നു 9609 അതെ. അത് പിന്നെ ഇൻഡെഫിനിറ്റ് ആക്കിയിട്ടുള്ള കാലയളവ് ആക്കിയത് 1611 അതെ, അത് 1699 തന്നെയാണ് അല്ലേ? അതെ. അതില് കുറച്ച് മാറ്റങ്ങളോട് പിന്നീട് വരും. അതായത് ആ ചാർട്ടറിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് കൊടുത്തെങ്കിൽ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ വീണ്ടും കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ സമയം പഠിച്ചു വരുന്നതിനനുസരിച്ച് അടുത്ത 2ാമത്തെ 3ാമത്തെ ക്ലാസ്സിൽ വെച്ച് നമുക്ക് അത് ക്ലിയർ ആക്കാം. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അത്രയാണ് പ്രധാനമായിട്ട്. പിന്നീട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് എൻ്റെ ടെലിഗ്രാമിന്റെ ലിങ്കാണ്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഇതിന്റെ നോട്ട്സ് ഒക്കെ അതിൽ ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയ പോൾസ് അങ്ങനെ അല്ലെങ്കിൽ ചെറിയ ക്വിസുകൾ അതേപോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക താല്പര്യമുള്ളവർ. പിന്നീട് ഇതാണ് എൻ്റെ ടെലിഗ്രാം നമ്പർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. ചോദിച്ചോളൂ. ബ്രിട്ടീഷുകാരുടെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം സൂററ്റില്. അതെ. അത് റാങ്ക് ഫയലിലൊക്കെ കിടപ്പുള്ളത് 1608 ആണല്ലോ. സാറ് പറഞ്ഞത് 1615 ആണ്. ഏതാ കറക്റ്റ് സാർ? ഞാന് പരമാവധി റിലയബിൾ സോഴ്സിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ ഞാൻ ഒന്നും കൂടെ അത് കൺഫേം ചെയ്യാം, എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം.
അത് എൻ്റെ ഇത് 1615 എന്നാണ്. ഞാനത് ഒന്നും കൂടി കൺഫേം ചെയ്യാം, റാങ്ക് ഫയലുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ. ഓക്കെ സർ. ഓക്കെ, പറഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും പ്രശ്നം പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? സ്പീഡ് കുറവ്, സ്പീഡ് കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ഓക്കെ, അപ്പൊ ഇത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സുകൾക്കും വരിക. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ ഒരു ഐഡിയ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും നോട്ട്സ് ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇതിന്റെ അല്ലാതെ ബാക്കി കുറെ കോണ്ടെക്സ്റ്റുകളും എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുറച്ചുകൂടെ അതിന്റെ ഐഡിയയും ഇതിന്റെ തമ്മിലുള്ള കണക്ഷനും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന ഫാക്റ്റുകളും ഞാൻ പറയുന്ന ഫാക്റ്റുകളും വർഷങ്ങളും ആളുകളുടെ പേരുകളും ഒക്കെ നിങ്ങൾക്ക് ആ കഥയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് ഓർമ്മയിൽ നിൽക്കാനൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സർ. താങ്ക് യു സർ.